വഴിക്കടവിൽ വിദ്യാർത്ഥിയുടെ മരണത്തിൽ UDF പ്രതിഷേധം തണുത്തതിനാൽ ഗൂഢാലോചന സംശയിക്കുന്നില്ല എന്ന് മന്ത്രി AK ശശീന്ദ്രൻ ന്യൂസ് 18നോട്. വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നോട് സംസാരിച്ചിരുന്നതായും AK ശശീന്ദ്രൻ പറഞ്ഞു. വനമന്ത്രി AK ശശീന്ദ്രൻ ന്യൂസ് 18 കേരളത്തിനൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഇന്നലത്തെ പ്രസ്താവന തിരുത്തിയതാണോ? ഇന്നലത്തെ പ്രസ്താവന വിശദീകരിച്ചതാണ്. ഇന്നലെ പറഞ്ഞപ്പോൾ അത് ഗൂഢാലോചനയാണ് എന്ന രീതിയിലാണ് പറഞ്ഞത്, അല്ലേ? അതൊരു ഞാൻ പറഞ്ഞത്, ഈ വിവരം അറിഞ്ഞ ഉടനെ നിലമ്പൂരുകാരറിയുന്നതിന് മുമ്പേ ജില്ലയിലെ മറ്റു ഭാഗത്തുള്ളവർ അറിയുകയും പ്രതിഷേധ പ്രകടനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അതെങ്ങനെ സംഭവിച്ചു? നിലമ്പൂരിലാണ് ആദ്യം പ്രതിഷേധം ഉണ്ടായത്. മിനിസ്റ്ററിന് കിട്ടിയ തെറ്റായ വിവരം അത് ഞാൻ അന്ന് കണ്ട വാർത്തയാണെന്നല്ലോ ആദ്യം കാണിച്ചത് മലപ്പുറം. അപ്പം ഞാനത് ചോദിച്ചു. ഏതായാലും നിലമ്പൂർ ഉൾപ്പെടെ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തിൽ എന്താ പറഞ്ഞത്? ഇത് ഒരു രാഷ്ട്രീയ വിവാദമാക്കിയത് ആരാണ്? ദിസ് ഈസ് എ ഗവൺമെന്റ് സ്പോൺസേഡ് മർഡർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത ഒരു കൊലപാതകമാണ്. ഗവൺമെന്റാണോ കൊലപാതകത്തിലെ പ്രതീക കക്ഷി? വൈകാരികമായ സമയമാണല്ലോ. ആ സമയത്ത് ഇതിനു മുൻപും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ. ആ സമയത്ത് വനംവകുപ്പോ KSCBയോ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പ്രതികരണമല്ലേ അത്? അതിന്റെ ഇല്ലല്ലോ. ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നതിന് പകരം അവിടെയാണ് പ്രശ്നം. വിഷയം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സർക്കാരിനെതിരെയും വനംവകുപ്പിനെതിരെയുള്ള ഒരു പ്രക്ഷോഭമാക്കി മാറ്റാനുള്ള ആലോചന നടന്നിട്ടുണ്ട്. ആ ആലോചന ബോധപൂർവ്വമുള്ള ആലോചനയാണ്. അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് ആക്ട് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ടോ? ആ ഒരു ഇതിൽ മാറ്റം വന്നിട്ടുണ്ടോ? UDF ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടോ? പിന്നെ പറയുന്നത് കേട്ടിട്ടില്ല. അന്നത്തെ രാത്രി UDF നേതാക്കളും നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയും പറഞ്ഞതിന് ശേഷം പിന്നെ തുടർച്ചയായിട്ട് അത് പറഞ്ഞതായിട്ടാണ്. ഇപ്പോഴും UDF അതേ വിഷയം തന്നെ, അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മിനിസ്റ്റർ. പക്ഷേ മിനിസ്റ്ററാണ് അതിനകത്ത് മാറിയത്. ഇപ്പോൾ മിനിസ്റ്റർ മാറിയിട്ടില്ല. മിനിസ്റ്റർ പറഞ്ഞത് ഇതാണ്: അവിടെ ആ സംഭവത്തിൽ ഒരു പരിക്ക് പറ്റി മരിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനുശേഷം നടന്ന കാര്യങ്ങളിൽ ഇതൊരു ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന മുൻവിധിയോടുകൂടി വനം വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്ന മുദ്രാവാക്യം വിളിച്ച് ഒരു പ്രകടനം നടത്തണമെങ്കിൽ എന്താ വേണ്ടത്? ഇതിന് കുറ്റവാളികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ? അത് ഇതിന് മുൻപും ഉണ്ടായിട്ടുള്ളതാണ്. കാരണം പലതവണയും വിഷയത്തിലാണ് കൂടുതൽ വന്നത്. ഇപ്പോൾ ഇതിനൊരു ഈ പശ്ചാത്തലത്തിന് കുറച്ചും കൂടി പ്രസക്തി ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാം ഇവിടെ ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ സമയത്ത് കൂടുതൽ നേതാക്കൾ സ്ഥലത്തുണ്ട്. അത് കൂടുതൽ ജനങ്ങൾക്ക് ആ വിഷയം നേതാക്കൾക്ക് മുന്നിൽ ഉന്നയിക്കാൻ അവസരമുണ്ട്. കൂടി പ്രസക്തിയുണ്ട്. ആ പ്രസക്തി എന്താണ്? ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ് പ്രസക്തി. ആ ഘട്ടത്തിൽ ഇത് സർക്കാർ സ്പോൺസേഡ് മർഡറാണ്, കൊലപാതകം എന്നാ പറഞ്ഞത്. ഇത് സർക്കാരിന്റെ വീഴ്ച കൊണ്ടാണെന്നല്ല പറഞ്ഞത്. സർക്കാരിന്റെ വീഴ്ച കൊണ്ടാണ്, അവരുടെ ഉദാസീനതയാണ്, അവരുടെ കൊടരായ്മയാണ് എന്നതിന് പകരം ഇത് സർക്കാർ പ്ലാൻ ചെയ്ത കൊലപാതകം എന്ന് പറഞ്ഞിട്ട് എന്താ അതിനെപ്പറ്റി മാധ്യമ ലോകത്തിനൊരു ഉത്കണ്ഠയില്ലാത്തത്? ാണോ മിനിസ്റ്റർ പറഞ്ഞത്? ഇത് പ്രതിപക്ഷം സ്പോൺസർ ചെയ്തൊരു കൊലപാതകം എന്ന രീതിയിലാണല്ലോ മിനിസ്റ്റർ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ സംഭവിച്ചപ്പോ ഇങ്ങനെ പറയാനും ഒക്കെ ഒരു പ്രീ പ്ലാൻ ഉണ്ടല്ലോ. ഇങ്ങനെ പറയണമെങ്കിൽ പെട്ടെന്ന് പറയണം. ഇത് ആലോചിക്കാതെ പറയാൻ പറ്റൂല. ഗവൺമെന്റ് സ്പോൺസേഡ് മർഡർ എന്ന് ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് പറയണമെങ്കിൽ ഒരാലോചനയില്ലാതെ പറഞ്ഞു, അന്നേരം ഒരു ഭാവനാസമ്പന്നത കൊണ്ട് പറഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു ഗുരുതരമായ പ്രശ്നമല്ലേ? സർക്കാരിനെതിരെ ഒരു ഗുരുതരമായ ആക്ഷേപമാണല്ലോ ഉന്നയിച്ചത്. ആ ആക്ഷേപം ശരിയാണോ? ഞാൻ കോഴിക്കോട് നിന്ന് മാധ്യമങ്ങളെ കണ്ടു ചോദിച്ചു, അത് ശരിയാണെന്ന് പിന്നെ പ്രതിപക്ഷ നേതാവ് പറയട്ടെ, അല്ലെങ്കിൽ തെറ്റാന്ന് പ്രതിപക്ഷ നേതാവ്. ഇതുവരെ UDF തിരുത്തൽ വരുത്തിയിട്ടില്ല കേട്ടോ. മിനിസ്റ്റർ മാത്രമേ തിരുത്തിയിട്ടുള്ളൂ. ഞാൻ തിരുത്തിയെന്ന് പറഞ്ഞില്ല, ഞാൻ വ്യക്തമാക്കുകയാണ് ചെയ്തത്, അത് വിശദീകരിക്കുകയാണ് ചെയ്തത്. ഏത് പശ്ചാത്തലത്തിലാണ് ഞാൻ അങ്ങനെ പറയാനിടയായത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് ചോദിക്കണം, ഞാനിത് ആരോപണമായി ഉന്നയിക്കുകയല്ല എന്ന് തന്നെ പറഞ്ഞു. പക്ഷേ നമ്മുടെ മാധ്യമപ്രവർത്തനത്തിൻ്റെ സവിശേഷത കൊണ്ട് അവരുടെ റെക്കോർഡിൽ അതുണ്ടാവും. ഞാൻ ഇന്ന് രാവിലെയും അവരെന്നെ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനിത് പറഞ്ഞിട്ടില്ല. ഞാൻ വലിയ രീതിയിൽ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞാൽ മിനിസ്റ്ററാണ് അത് പറയുന്നത്. ഈ രീതിയിൽ പറയുമ്പോൾ മിനിസ്റ്റർക്ക് കൃത്യമായ ഒരു ധാരണയും വിവരവും കിട്ടിയതുകൊണ്ടായിരിക്കുമല്ലോ. ഞാൻ ആരോപണം ഉന്നയിക്കുകയല്ല എന്നല്ലേ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല.
സംശയിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. അങ്ങനെ സംശയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ സാധ്യതയില്ല. അല്ല, ഇപ്പം ആരോരൊന്നും പറയുന്നില്ലല്ലോ. ഇപ്പം പ്രതിപക്ഷത്തിന് AK ശശീന്ദ്രൻ രാജിവെച്ചാൽ മതിയല്ലോ, തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നും വേണ്ടല്ലോ. രാവിലെ സ്വരാജ് പറഞ്ഞത്, ഇവിടെ സ്ഥാനാർത്ഥി പറഞ്ഞത് മിനിസ്റ്റർക്ക് കിട്ടിയ ചില സൂചനകളുടെയും ധാരണകളുടെയും അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെ പറഞ്ഞതെന്നാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് അല്ലേ? അതിപ്പോൾ മിനിസ്റ്റർക്ക് ആ ധാരണ ഇല്ല എന്നായപ്പോൾ അത് മാറ്റം വരുത്തുന്നു. ഞാനങ്ങനെ വീട്ടിൽ വരുത്തി നിങ്ങളങ്ങനെ പറഞ്ഞു. ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇതല്ല വിശദീകരിച്ചതാണ്. അല്ല, ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഈ മരണത്തിൽ എത്തിയ ഒരു ജോലിയുണ്ടല്ലോ, അവിടെ വൈദ്യുതി ലൈനിൽ നിന്നും വൈദ്യുതി പിടിച്ചെടുത്ത് മോഷ്ടിച്ച് കമ്പിയിലൂടെ കൊണ്ടുവന്ന് ആ കുളിക്കാൻ ചെന്ന കുട്ടികൾക്ക് ഷോക്കേറ്റാനിടയായ സംഭവം ഗൂഢാലോചനയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നില്ല. അത് തിരുത്തലാണെങ്കിൽ തിരുത്തലാണ്, മലക്കം മറച്ചിലാണ്. പക്ഷേ ഞാനത് പറഞ്ഞിട്ടില്ല. അത് പറയാത്ത കാര്യം കുറേ ഭാവന വന്നതാണ്. ഏറ്റവും ഒരു കാര്യം കൂടെ, ഇത് ഒരു സമ്മർദ്ദം മിനിസ്റ്ററുടെ മേൽ ഉണ്ടായിട്ടുണ്ടോ? ഇതിൽ വിശദീകരണം നൽകണമെന്ന് CPM-ന്റെ ഭാഗത്തുനിന്നോ LDF-ലും? സമ്മർദ്ദം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പിന്നെ ഞാൻ അവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം ഇന്നലത്തെ ഈ വിഷയം ഉണ്ടായപ്പോൾ TP രാമകൃഷ്ണൻ LDF കൺവീനറായിട്ട് ഞാൻ സംസാരിച്ചു, പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവനുമായിട്ട് ഞാൻ സംസാരിച്ചു, പിന്നെ ആരാണ് ഗോവിന്ദ മാഷുമായിട്ട് ബന്ധപ്പെട്ടു, മുഖ്യമന്ത്രിയായിട്ടും ബന്ധപ്പെട്ടു. ഇന്നലെ രാത്രി വിളിച്ചിട്ടില്ല. രാത്രി 12 മണിക്കൊക്കെ വിളിക്കേണ്ടതെന്ന് ചോദിച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് അവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഈ ഗൂഢാലോചനയെ, എനിക്കെതിരെയുള്ള ഗൂഢാലോചനയായിട്ട് ഇപ്പം ഞാൻ കാണുന്നത് എന്താണ്? ഇന്നൊരു മാധ്യമം, ഒരു ദൃശ്യമാധ്യമം 1 മണിക്കൂർ മുമ്പേ മുഖ്യമന്ത്രി AK ശശീന്ദ്രനെ ശാസിച്ചു. അതൃപ്തി ഫോണിൽ നേരിട്ട് വിളിച്ച് രേഖപ്പെടുത്തി. ഞാൻ അവരെ മുമ്പെന്ന് മുഖ്യമന്ത്രിയെ വിളിച്ചു. സമ്മർദ്ദമോ അല്ലെങ്കിൽ തിരുത്തൽ വേണമെന്നോ ആവശ്യം വന്നിട്ടില്ല. വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലേ? നിങ്ങൾ ചോദിച്ചാൽ വിശദീകരിക്കണമല്ലോ. ജനങ്ങൾ ആരെങ്കിലും, നിങ്ങളെന്നല്ല, ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ, അല്ലാത്തൊരു പൗരൻ മിനിസ്റ്റർ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിങ്ങനെയാണെന്ന് പറയല്ലോ. അതുകൊണ്ട് ഇതാണ് അതിന്റെ കോണ്ടസ്റ്റ്. ഇതാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് മിനിസ്റ്റർ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ഒരു തരത്തിലുള്ള സമ്മർദ്ദവും തന്റെ മേൽ ഉണ്ടായിട്ടില്ല അല്ലേ? കാരണം ഈ സംഭവത്തിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന ഒരു ഇന്റൻഷൻ എനിക്കില്ല. സംഭവം ദൗർഭാഗ്യകരമാണ്, ക്രൂരമാണ്, സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ജനങ്ങളെ ആകെ സഹതാപം അർഹിക്കുന്ന ഒരു വല്ലാത്ത ദുരന്തമായിട്ട് തന്നെയാണ് ഗവൺമെന്റ് അതിനെ കാണുന്നത്. ഇതാണ് മിനിസ്റ്ററുടെ വിശദീകരണം. മന്ത്രി AK ശശീന്ദ്രനാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വിശദീകരണം ഇങ്ങനെ, താൻ അത് മറ്റൊരു രീതിയിൽ പറഞ്ഞതല്ല, അത് ചില സംശയങ്ങൾ മാത്രം താൻ ചൂണ്ടിക്കാണിക്കുകയാണ് എന്നാണ് മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നത്.